ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളിപ്പോൾ സ്കൂൾ ഓഫ് ഖുർആൻ്റെ ഹോം സ്കൂളിങ്ങിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം ഓഫ്ലൈനായിട്ട് നമ്മുടെ സെൻറ്ററുകളിൽ ഹോം സ്കൂളിങ്ങിൽ പങ്കെടുത്തവരാണ് നമ്മൾ. ഓൺലൈനായിട്ടുള്ള ഈ വീഡിയോ മുഴുവൻ കേൾക്കുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും എന്നിട്ട് ആ കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മുഴുവൻ കേട്ടിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരറിവും നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരാതിരിക്കുകയില്ല. അതുകൊണ്ട് അറിവ് ശേഖരിക്കുക, അത് നടപ്പിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ ആവശ്യപ്പെടുന്ന സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോസിറ്റീവ് പാരൻറ്റിങ് എന്നുള്ളതാണ്. ഒരു പ്രത്യാശയും പോസിറ്റീവ് ചിന്തയും അള്ളാഹുവിലുള്ള വിശ്വാസവും എത്രത്തോളം പ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ സംസാരമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒരു പ്രഭാഷണം എന്നതിലുപരി നിങ്ങളുടെ മനസ്സുകളോട് സംവദിക്കാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ഇതിൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് മാതാപിതാക്കളുടെ വാക്കും ചിന്തയും സമീപനങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പരീക്ഷണങ്ങളിലും പരാജയങ്ങളിലും തളർന്നു പോകാതെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തഫാവുലോടുകൂടി ജീവിതത്തെ നേരിടാൻ മക്കളെ പ്രേരിപ്പിക്കുക എന്നത്, പ്രചോദിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഒന്നാമത് വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് സദ്വിചാരമുണ്ടായിരിക്കുക എന്നുള്ളത്. ഹുസ്നുൽ ബില്ല. കുട്ടികളുടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷയ്ക്ക് തോൽക്കുമ്പോൾ, രോഗം വന്ന് പുറത്തേക്കിറങ്ങാൻ സാധിക്കാതിരിക്കുമ്പോൾ, നിരാശ ബാധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവരെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ അന ഇൻദ ളന്ന അബ്ദി ബി ഇൻ ളന്ന ബി ഖൈറൻ ഫലഹു വ ഇൻ ളന്ന ശർറുൻ ഫലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും അല്ലാഹു തആല അരുളുന്നു. അല്ലാഹു തആല പറയുന്ന ഹദീസിനെ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. ഈ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറയുകയാണ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത്, ധരിക്കുന്നത്, അതനുസരിച്ചാണ് ഞാൻ അവനോട് വർത്തിക്കുന്നത്. അവൻ നന്മയാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് നന്മയും, തിന്മയാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് തിന്മയും ലഭിക്കും. അഥവാ മുന്നോട്ടുള്ള ഭാവിയിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ്, അള്ളാഹുവിനെക്കുറിച്ച് ശുഭപ്രതീക്ഷയുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ശുഭം സംഭവിക്കുകയും അശുഭം ചിന്തിച്ചാൽ അശുഭം സംഭവിക്കുകയും ചെയ്യും. അള്ളാഹുവിനെക്കുറിച്ച് നമ്മളുടെ ധാരണക്കനുസരിച്ചാണ് അള്ളാഹു നമ്മോട് വർത്തിക്കുകയെന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയാണ്. വല്ലാത്തൊരു വാചകമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾ വിജയത്തിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതനാകും. അതിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കും. അതിനു വേണ്ടിയുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ആ വിജയം നേടാൻ മനസ്സൊരുക്കും. എന്നാൽ പരാജയത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് വിചാരിക്കുന്ന ഒരാൾ ആ കാര്യത്തിലുള്ള ത്യാഗത്തെ കുറയ്ക്കുകയും അധ്വാനത്തെ ഇല്ലായ്മ ചെയ്യുകയും പ്രാർത്ഥനാപൂർവമായ മനസ്ഥിതി കൈവിടുകയും ഓരോ കാര്യത്തിലും നിരാശാജനകമായ ഒരു മനോഭാവം നിലനിർത്തുകയും ചെയ്താൽ അവന് പരാജയത്തെ നേരിടേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലേക്ക് മക്കളെത്തുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കുട്ടി പരാജയപ്പെടുമ്പോൾ നീ കൊള്ളരുതാത്തവനാണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹു നിനക്ക് ഇതിനേക്കാൾ നല്ലത് കരുതി വച്ചിട്ടുണ്ട്. ഇത് തടുത്തെങ്കിൽ അടുത്ത തവണ കൂടുതൽ അധ്വാനിച്ചാൽ, കൂടുതൽ തൗഫീക്ക് ലഭിച്ചാൽ നിനക്ക് കൂടുതൽ വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷ
ഉണ്ടാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നീ പരാജിതനാണ്, നീ വമ്പം പരാജയമാണ് എന്നൊരാളോട് പറഞ്ഞാൽ തന്നെ അയാൾക്ക് അടുത്ത ഒരു പ്രവർത്തനത്തിനുള്ള ഊർജം ലഭിക്കുമോ അതോ നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. കലിമത്തുൻ ത്വയ്യിബ അതൊരു മാജിക്കാണ്. മാജിക് വേർഡിൻ്റെ പോലെയാണ് നല്ല വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. കുട്ടികളുടെ പേരുകളും അവരെ അഭിസംബോധന ചെയ്യുന്ന രീതിയും നന്മയും ലാളിത്യവും നിറഞ്ഞതായാൽ അവർ നമ്മൾ അനുസരിക്കാതിരിക്കുകയില്ല. തഅജബുനി യുഅജിബുനി അൽഫാലു വസ്വാലിഹുൽ കലിമത്തുൽ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ശുഭപ്രതീക്ഷയും നല്ല വാക്കും എനിക്ക് അത്ഭുതപ്പെടുത്തുന്നതും ഇഷ്ടമുള്ളതുമാണ്. നല്ല വാക്ക് പറയുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി കാണുന്നു എന്നാണ്, ഇഷ്ടത്തോടു കൂടി കാണുന്നു എന്നാണ്. പോസിറ്റീവ് പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇഷ്ടപ്പെടുന്നു എന്നൊരു സന്തോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വിളിക്കാൻ നല്ല പേരുകളും നല്ല അഭിസംബോധനകളും തിരഞ്ഞെടുക്കുക. സുഹൈൽ ഇബ്നു അംർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൻ്റെ അർത്ഥം തന്നെ പറയുന്നു, എളുപ്പമുള്ളതാണ്, നിങ്ങളുടെ കാര്യം എളുപ്പമായി. സുഹൈൽ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത് എന്നർത്ഥം. അപ്പോൾ അതുപോലെ കുട്ടികളുടെ ചെറിയ പുരോഗതിയെപ്പോലും വലിയ വാക്കിൽ അവരുടെ കാര്യത്തിൽ സന്തോഷമറിയിക്കുക എന്നത് അവർക്ക് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല. മറിച്ച് നെഗറ്റീവ് പാരൻറ്റിങ്ങിൽ എപ്പോഴും ഈ കുട്ടിയുടെ ഊർജം വലിച്ചെടുക്കാനാണ് ഈ മാതാവ് ശ്രമിക്കുക, അല്ലെങ്കിൽ പിതാവ് ശ്രമിക്കുക. അങ്ങനെ ഒരു പാരൻറ്റിങ് ഉണ്ടായാൽ അത് വളരെ വലിയ മോശം അവസ്ഥയിലേക്ക് നമ്മുടെ പാരൻറ്റിങ്ങിനെയും അതിൻ്റെ റിസൾട്ടിനെയും എത്തിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മടിയൻ, പൊട്ടൻ എന്നീ ലേബലുകളിൽ നെഗറ്റീവ് ലേബലിംഗ് കുട്ടികളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവ് കാണിക്കുകയും അതവൻ്റെ വലിയ പ്രായത്തിൽ പോലും അവന് അതേ ഫീലിംഗ് ഉണ്ടായി അവൻ്റെ സെൽഫ് എസ്റ്റീം ഇല്ലാതെ, സ്വയം മതിപ്പില്ലാതെ, കോൺഫിഡൻസ് ഇല്ലാതെ ഈ ജീവിതം നരകതുല്യമായി ജീവിച്ച് പരലോകത്തിലും രക്ഷയില്ലാതെ പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ വിളിക്കുന്നതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചീത്ത പേരുകൾ വിളിച്ച് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. ലവ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക, നിരാശാചിന്ത ഒഴിവാക്കുക. ഭൂതകാലത്തിലെ തെറ്റുകൾ പിടിച്ച് ഇരുന്ന് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് ആത്മവിശ്വാസം തകർക്കും. നീ ആ SSLCക്കൊന്ന് നല്ലവണ്ണം നോക്കിയിരുന്നെങ്കിൽ, നീ +2 നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ കഷ്ടപ്പാടുണ്ടാകുമായിരുന്നില്ല എന്ന് ഉമ്മ പറയുമ്പോൾ ആ കുട്ടിയുടെ മനോവേദന എത്ര വലുതായിരിക്കും. ഇഖ്ദിൽ അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅ്ജിസ് വലാകിൻ കുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ താല്പര്യമുള്ളവനാവുക. അള്ളാഹുവിനോട് നീ സഹായം തേടുക, തളർന്നു പോകരുത്. നിനക്ക് എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ ഉദ്ദേശിച്ചത് ചെയ്തുവെന്ന് പറയണം. സംഭവിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. സംഭവിക്കാനിരിക്കുന്നതിൽ നമ്മൾ ചെയ്യേണ്ട റോള് കൃത്യമായി ചെയ്ത് റിസൾട്ടിനെ കാത്തിരിക്കണം. രണ്ടും ശുഭമാണ്. ആ ശുഭമായ കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റമാണ് നമ്മുടെ റിസൾട്ടുകളിൽ കാണാൻ സാധിക്കുക. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ താല്പര്യമുള്ളവനാവുക. അള്ളാഹുവിനോട് സഹായം തേടുക, തളർന്നു പോകരുത്. നിനക്കെന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയരുത്. കാരണം അത് വിധിയാണ്. ഇതിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കുട്ടികൾ ശകാരിക്കാതെ അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇതിലൊരു പാഠം ഉൾക്കൊള്ളണം. ഇനി അടുത്ത പ്രാവശ്യം ആ പാഠം ഉൾക്കൊണ്ട പ്രവർത്തനമാണ് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവും, നിനക്കതിന് കഴിയും, സാധിക്കും. ഇത് നിനക്ക് അടുത്തൊരു വിജയത്തിലേക്കുള്ള പാഠം ഉൾക്കൊള്ളാനുള്ള മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. വലിയ ലക്ഷ്യങ്ങളും ദീർഘവീക്ഷണങ്ങളും കുട്ടികളിൽ വളർത്തണം. കുട്ടികളുടെ മുന്നിൽ വലിയ സ്വപ്നങ്ങളും വീക്ഷണങ്ങളും വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഷെയ്ഖ് ശംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ മകൻ ആ മുഹമ്മദ് അൽ ഫാത്തിഹിനെ വിളിച്ച് കൈപ്പിടിച്ച് കൊണ്ടുപോയി കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ട കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ലതുഫ്തഹന്ന അൽ ഖുസ്തന്തീനിയ, ആ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും.
ഫന്യഅമൽ അമീറുഹ, അതിന് നല്ലൊരു അമീർ വന്നു ചേരും. അവിടുത്തെ അമീർ എത്ര നല്ല അമീർ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്രവാചകൻ്റെ പ്രവചനം കേട്ടു വളർന്ന ആ ഒരു മുഹമ്മദ്, അദ്ദേഹം 23-ാം വയസ്സിൽ മുഹമ്മദ് അൽ ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി അതിൻ്റെ വിജയം നേടി അതിൻ്റെ അമീറായി മാറി. ഷെയ്ഖ് ശംസുദ്ദീൻ എന്ന പിതാവിൻ്റെ സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എന്താണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ കാണുന്ന ശുഭകരമായ സ്വപ്നം? ആലോചിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കണം. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരെ നിരന്തരം ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വിഷമഘട്ടങ്ങളിൽ ധൈര്യവും ആശ്വാസവും നൽകാൻ സാധിക്കണം. കുട്ടികൾ ഭയപ്പെടുമ്പോഴോ മാനസികമായി തകരുമ്പോഴോ അവരെ ചേർത്തു പിടിക്കാനും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മാതാപിതാക്കൾക്ക് സാധിക്കണം. ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ അലൈഹിസ്സലാമിൻ്റെ സമുദായം, ഇസ്രായേൽ സമൂഹം അതാ ചെങ്കടലിൻ്റെ അടുത്തെത്തുന്നു. അവിടെ നിൽക്കുന്നു. പിന്നിൽ നിന്ന് ഫിർഔൻ്റെ സൈന്യം വരുന്നു. ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം കൊടുക്കുന്ന പോസിറ്റീവിൻ്റെ ഊർജം അത്രയാണ്. ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെ വേണ്ട, എൻ്റെ റബ്ബ് എനിക്ക് മാർഗദർശനം കാണിച്ചു തരും. ഒരു മാർഗം കാണിച്ചു തരുന്നവനായി റബ്ബ് മുന്നിലുണ്ടെന്ന വിചാരമുണ്ടാകുമ്പോൾ പരാജയഭീതി കൊണ്ട് ആത്മഹത്യ ചെയ്യുമോ? ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം അവസാനിക്കാൻ തോന്നുമോ? അല്ലെങ്കിൽ നാട് വിട്ടുപോകുമോ? അല്ലെങ്കിൽ വീട്ടിൽ ബഹളമുണ്ടാക്കുമോ? ഇല്ല. മറിച്ച് ആ പരാജയത്തെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച്, ഒരു തുറവി പ്രതീക്ഷിച്ച്, പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് സാധിക്കും. ഇവിടെ സാമ്പത്തികമോ സാമൂഹികമോ ആയ പ്രയാസങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിരാശപ്പെടരുത്. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട്, ഈ പ്രയാസം മാറിപ്പോകും എന്ന ധൈര്യം മാതാപിതാക്കൾ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ ആന്തരിക ശക്തി ലഭിക്കുന്നു. മാതാപിതാക്കളോട് പറയാനുള്ള ഏറ്റവും വലിയ ഒരു വിഷയം സമ്മർദ്ദമില്ലാത്ത അന്തരീക്ഷം. കുട്ടികളിൽ പ്രത്യാശ വളർത്തുന്നത് വഴി ഉള്ളിലെ ഭയം ഒഴിവാക്കാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമ്മി വൽ ഹസൻ എന്ന് ദുഃഖവും ഭയവും മാറാൻ നിരന്തരം പ്രാർത്ഥിക്കാൻ കുട്ടികളോട് ഉപദേശിക്കണം. രക്ഷിതാക്കൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. പ്രവർത്തന നിരതയുണ്ടാകണം. പ്രത്യാശ എന്നാൽ വെറുതെ ഇരിക്കലല്ല, പ്രയത്നിക്കലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യലാണ്. വഖുൽ അമലൂ, പറയുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കുട്ടികളോട് എപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലും മാതാപിതാക്കളുടെ പ്രതികരണ രീതിക്ക് വലിയ പങ്കുണ്ടെന്ന് തിരിച്ചറിയണം. ശകാരത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ അല്ലാതെ സ്നേഹവും മനഃശാസ്ത്രപരവുമായ സമീപനവും വഴി കുട്ടിയെ എങ്ങനെ മാറ്റി നിർത്താമെന്നും അതിൻ്റെ ഉള്ളടക്കവും താഴെയുള്ള നിർദ്ദേശങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. 1. ധനാത്മക ഭാഷ ഉപയോഗിക്കുക, അഥവാ പോസിറ്റീവ് ഭാഷ ഉപയോഗിക്കുക, പോസിറ്റീവ് ചിന്തയുണ്ടായിരിക്കുക. ഇതെങ്ങനെ പ്രയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കൽപ്പനകൾക്ക് പകരം പങ്കാളിത്തമുള്ള സംസാരമുണ്ടായിരിക്കുക. കൽപ്പനകൾക്കു പകരം പങ്കാളിത്തമുള്ള സംസാരം. എന്താ പങ്കാളിത്തമുള്ള സംസാരം? പോയി നിസ്കരിക്ക്, പുസ്തകമെടുത്ത് പഠിക്ക്, ഇതൊക്കെ കൽപ്പനയാണ്. ഇങ്ങനെ ആജ്ഞാപിക്കുന്നതിന് പകരം നമുക്കൊരുമിച്ച് നിസ്കരിക്കാം, ഇന്ന് പഠിക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും, ഇന്ന് ഞാൻ ഒപ്പമുണ്ടായിരിക്കും, ഇങ്ങനെ പറയുന്നതും നേരത്തെ പറഞ്ഞ പോലെ കൽപ്പനാരൂപത്തിൽ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കുറ്റപ്പെടുത്തലിന് പകരം പ്രതീക്ഷ കൊടുക്കുക. നീ ഇതൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ സമയം കൃത്യമായി പാലിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ചില സമയങ്ങളിലൊന്നും അത് നടക്കായിക നിമിത്തം നിനക്ക് അതിൻ്റെ ദോഷങ്ങൾ വന്ന് ഭവിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. എന്നിരുന്നാലും നീ പരമാവധി കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കണം. എടുത്ത സാധനം അതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നത്, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത്, ഇതിലൊക്കെ അഭിനന്ദിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് സാധിച്ചാൽ ആ കുട്ടികൾ ക്രമേണ നന്മയുടെ മാധുര്യമറിയും,
തിന്മയുടെ കയ്പുനീരറിയും, കയ്പുനീരുള്ള തിന്മയെ ഒഴിവാക്കുകയും മാധുര്യമുള്ള നന്മയെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യും. ഒരു പെരുമാറ്റത്തിൻ്റെ പോസിറ്റീവായ അനുഭവമോ പ്രശംസയോ ലഭിക്കുമ്പോൾ കുട്ടി ആ പെരുമാറ്റത്തെ ആവർത്തിക്കാൻ സ്വയം പ്രേരിതനാകും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. പോസിറ്റീവ് കൊടുത്താൽ അടുത്ത സമയത്ത് അതേ പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ആ പ്രവർത്തനത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തേത് ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി അഥവാ സ്വയംഭരണ തത്വം ഉണ്ടായിരിക്കും. ഒരു കാര്യം സ്വയം തീരുമാനിച്ച് ചെയ്യുമ്പോൾ കുട്ടിക്കതിൽ സന്തോഷവും ഉത്തരവാദിത്വവും തോന്നും. നിർബന്ധിതമാകുമ്പോൾ അതിന് പ്രതിരോധം തീർക്കാനാണ് ശ്രമിക്കുക. ഒന്നുകൂടി പറയാം, കുട്ടി സ്വയം തീരുമാനിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ കുട്ടിക്ക് താല്പര്യമുണ്ടായിരിക്കും. നമ്മൾ തീരുമാനിപ്പിച്ച് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടി പ്രതിരോധിക്കാനാണ് സാധ്യത കൂടുതൽ. അതേപോലെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം വർദ്ധിക്കുക എന്നതൊരു കുട്ടിയുടെ വിജയത്തിന് ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻസ് ആണ്. നീ ഒന്നിനും കൊള്ളില്ല എന്ന് കേട്ട് വളരുന്ന കുട്ടി ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങും. നീ ഒന്നിനും കൊള്ളില്ല എന്ന് കേട്ട് മടുത്ത കുട്ടിക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നതിലേക്കൊരു ഫിക്സേഷൻ വരാൻ സാധ്യതയുണ്ട്. മറിച്ച് നിനക്കും സാധിക്കും, നിനക്കും കഴിയും, നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്, നീ അത് ചെയ്യും, കാരണം നീ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കണം. ഗുണാത്മകമായ മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. ഇത് പ്രായോഗികമാക്കേണ്ട തത്വങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നിരന്തരം കേട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്തെന്ന് എഴുതിയെടുത്ത് അത് ചെയ്യുന്നവൻ അതിൻ്റെ ഗുണഫലം വൈകാതെ ലഭിക്കുക തന്നെ ചെയ്യും. ഫലത്തിനെയല്ല ശ്രമത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. കുട്ടി മുഴുവൻ സമയവും പഠിച്ചില്ലെങ്കിലും പുസ്തകം കയ്യിലെടുത്ത ആ ചെറിയ ശ്രമത്തെ വാത്സല്യത്തോടെ കാണാൻ നമുക്ക് സാധിക്കണം. പുസ്തകം കയ്യിലെടുത്തല്ലോ, നിർത്തിയല്ലോ, നമ്മൾ പുസ്തകം കയ്യിലെടുത്താൽ മുഴുവൻ വായിക്കണമെന്ന് വാശി പിടിക്കും. മുഴുവൻ വായിച്ചാൽ ചോദ്യോത്തരം പഠിക്കണമെന്ന് വാശി പിടിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം വേഗമെടുക്കണം, അതിൻ്റെ ഇടയിൽ റെസ്റ്റ് പാടില്ലെന്ന് വാശി പിടിക്കും. നമ്മുടെ വാശിയാണ് കുട്ടിക്ക് വാശിയുണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് പല രക്ഷിതാക്കൾക്കും ഇല്ലാത്തത് വളരെ വലിയ ഖേദകരമായ കാര്യമാണ്. ക്ഷമയും സ്ഥിരതയും ഉണ്ടായിരിക്കുക, പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി. ഒരു വിത്ത് മുളക്കാൻ സമയമെടുക്കുന്നത് പോലെ കുട്ടിയുടെ മാറ്റങ്ങൾക്കും സമയമെടുക്കും. ദിവസവും നിരാശപ്പെടാതെ സ്ഥിരമായി പോസിറ്റീവ് ഊർജം നൽകിയാൽ ആ കുട്ടിയുടെ സ്വഭാവത്തിന്, സൽസ്വഭാവത്തിൻ്റെ വലിയ വളർച്ച വന്നു ചേരും. പഠനവും നിസ്കാരവും അല്ലാതെ കുട്ടിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ദിവസവും സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവൻ്റെ വെറുപ്പെന്താണ്, അവളുടെ വെറുപ്പെന്താണ്, ഇത് തിരിച്ചറിഞ്ഞവരോട് പെരുമാറാൻ സാധിച്ചാൽ വലിയ ബന്ധമുണ്ടായിരിക്കുകയും അനുസരണത്തിൻ്റെ തോത് വർദ്ധിക്കുകയും ത്യാഗത്തിൻ്റെ സന്നദ്ധനാവുകയും വിജയത്തിലേക്ക് കുതിച്ചുയരുകയും ചെയ്യും. ദോഷാത്മകമായി പ്രതികരിക്കുന്ന രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളുടെ മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അവൻ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്? എന്താണ് അവൻ എന്നോട് കളവ് പറയുന്നത്? ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം ഒന്നേയുള്ളൂ: ഭയം, ഭയം, ഭയം. ആ ഭയം ഒഴിവാക്കിയാൽ മാത്രമേ നമ്മളോട് തുറന്ന ഒരു ആശയവിനിമയം നടക്കുകയുള്ളൂ. രക്ഷിതാവ് മുന്നിലില്ലാത്തപ്പോൾ ആ കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും രക്ഷിതാവ് മുന്നിലുണ്ടാവുമ്പോൾ ആ കാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ 24 മണിക്കൂറും രക്ഷിതാവിൻ്റെ നിരീക്ഷണം അത്യാവശ്യമായി വരും. നമ്മൾ നിരീക്ഷിക്കാതെ തന്നെ കുട്ടികൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറണം. ആശയവിനിമയത്തിൻ്റെ വാതിൽ അടയുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ദേഷ്യപ്പെടുന്ന രക്ഷിതാക്കളോട് കുട്ടികൾ സ്വന്തം വിഷമങ്ങളോ കാര്യങ്ങളോ പങ്കുവെക്കാതാകും. ഇത് കൗമാരപ്രായത്തിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. സ്വന്തം കാര്യങ്ങൾ സധൈര്യം പറയാൻ പറ്റാത്ത, തുറന്നു പറയാൻ പറ്റാത്ത ഒരിടമുണ്ടെങ്കിൽ ആ കുട്ടി ലഹരിയിലേക്കും അഫയറിലേക്കും പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് കുട്ടികൾക്ക് കുറ്റവും. നമ്മൾ പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ ഈ ദുശ്ശീലങ്ങളൊക്കെ കുട്ടികളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദുസ്വഭാവത്തിലൂടെ, കോപത്തിലൂടെ, അപമാനം വരുത്തുന്നതിലൂടെ സൽസ്വഭാവം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ദോഷാത്മകമായ രീതി, നെഗറ്റീവ് വേയിലൂടെ കോൺസിക്വൻസസ് വളരെ ആഴത്തിലുള്ളതായിരിക്കും. ശാസനയും കോപവും കുട്ടിയുടെ ഉള്ളിൽ അമർഷവും മാതാപിതാക്കളോട് അകൽച്ചയും ഉണ്ടാക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കൽ കുട്ടിയുടെ ആത്മാഭിമാനത്തെ തകർക്കും, വാശി കൂട്ടും. നിർബന്ധിതമായി അമർത്തൽ നന്മകളെ ഭാരമായി കാണാൻ തുടങ്ങും.
അവസരം കിട്ടുമ്പോൾ അത് ഉപേക്ഷിക്കും. ഒരു ചെടി വളർത്താൻ വെള്ളമൊഴിക്കുന്നതിന് പകരം ആസിഡ് ഒഴിച്ചാൽ അത് കരിഞ്ഞു പോകുന്നത് പോലെ ഭയവും ആശങ്കയും നെഗറ്റീവും ഒരു കുട്ടിയുടെ മൊത്തം ആശകളെയും പ്രതീക്ഷകളെയും ആസിഡ് ഒഴിച്ച് കരിക്കുന്നത് പോലെയായിരിക്കും. അതുപോലെ കോപവും അപമാനിക്കലും കൊണ്ട് കുട്ടി നല്ലവനാക്കാൻ കഴിയില്ല. സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന അനുസരണമാണ് ശാശ്വതമായ അനുസരണം. ഭയത്തിലൂടെ ഉണ്ടാകുന്നത് താൽക്കാലികമായ അഭിനയം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും നമുക്ക് വെളിച്ചം വെക്കേണ്ടതുണ്ട്. ഇനിയോ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും നമ്മൾ. കുട്ടികളുടെ മനസ്സിൽ ശീലങ്ങളും സ്വഭാവ രൂപീകരണവും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു പ്രായമാണത്. ഈ ഘട്ടത്തിൽ പോസിറ്റീവ് മനഃശാസ്ത്രം പ്രായോഗികമായി നടപ്പിലാക്കിയാൽ വലിയ മാറ്റങ്ങൾ കുട്ടികളുണ്ടാകും. ബാല്യത്തിൽ പ്രയോഗിക്കേണ്ട പ്രായോഗികമായ ചില രീതികളെക്കുറിച്ച് പറയാം. 1. മാതൃകയാവുക. കുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണത്. മാതാപിതാക്കൾ പോസിറ്റീവായി കാണിച്ചു കൊടുക്കുക. മാതാപിതാക്കൾ മറ്റുള്ളവരോട് ഗുണാത്മകമായി പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഈ കുട്ടികൾക്കും ഗുണാത്മകമായി പ്രതികരിക്കുന്നതിൻ്റെ മാധുര്യവും അതിൻ്റെ ഗുണവും തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ ദിനചര്യകൾ നല്ലതാക്കി മാറ്റുക. ഒരു ഗെയിമിഫിക്കേഷൻ മോഡിലാണ് കുട്ടികൾ ഉണ്ടായിരിക്കുക. നമുക്ക് ആർക്കാണ് വേഗത്തിൽ വുളു ചെയ്തു വരാൻ കഴിയുക? ആരാണ് പെട്ടെന്ന് 2 പേജ് കഥ വായിക്കുക? എന്നിട്ട് അത് തീർന്ന ആൾക്ക് ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. പോയിൻ്റ് ചാർട്ട് രീതി അത് വളരെയധികം പ്രചോദനകരമായ ഒരു കാര്യമാണ്. 5 വക്ത് നമസ്കരിച്ചാൽ 10 മാർക്ക്, സാധനങ്ങൾ വെക്കേണ്ടിടത്ത് വെച്ചാൽ 2 മാർക്ക്. ആലോചിച്ചു നോക്കൂ, എന്താണ് നമുക്ക് അവരിൽ ഉണ്ടാക്കേണ്ട 5 ശീലങ്ങൾ. 5 ശീലത്തിന് മൊത്തം 20 മാർക്കിൽ നമ്മൾ മാർക്കിടുകയാണെങ്കിൽ അവർ ആ മാർക്ക് നേടാൻ വേണ്ടി ആ കാര്യം ചെയ്യുമ്പോൾ അറിയാതെ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യുന്നത്. ചെറിയ പടവുകളുണ്ടായി, സ്മാൾ സ്റ്റെപ്സ്, ചെറിയ പടവുകളിലൂടെ മുന്നോട്ട് പോകുക. തുടക്കത്തിൽ 5 നേരത്തെ നിസ്കാരമോ 1 മണിക്കൂർ പഠനമോ പ്രതീക്ഷിക്കരുത്. ഒരു സമ്പൂർണ്ണതയാണ് എപ്പോഴും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. ആ സമ്പൂർണ്ണതയിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. 163 സ്റ്റെപ്പുള്ള ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് 20ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുക? അപ്പോൾ പറഞ്ഞു വന്നത് ചെറിയ പടവുകൾ. അതേപോലെ 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരം പൂർണ്ണമായി ഒരേ സമയത്ത് തന്നെ കിട്ടണമെന്ന് വിചാരിക്കാതെ കുട്ടി 3 നേരം നമസ്കരിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും 4ാമത്തെ തവണ കൂടി നിസ്കരിച്ചാൽ അത് കുറച്ചുകൂടി നന്നാവും, നമുക്ക് പതുക്കെ 5 നേരം നമസ്കാരങ്ങളിലേക്ക് എത്തണം, ഇപ്പം സെറ്റായി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുക എന്നത് അതിന് വളരെയധികം ക്ഷമ ആവശ്യമുണ്ട്. ചെറിയ ക്ഷമയൊന്നുമല്ല. നമ്മുടെ ഇച്ഛകളെ പിടിച്ചു നിർത്തി അവരോട് അതിനനുസരിച്ച് പോസിറ്റീവായി സംസാരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിത്തീരുക. ഇനിയോ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ നമ്മൾ അവരുടെ ആലോചനയെ ഉണർത്തുകയും പ്രായോഗികമായ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുക. പോയി പഠിക്ക് എന്ന് പറയുന്നതിന് പകരം ഇന്ന് സ്കൂളിൽ നിന്ന് തന്ന ഹോംവർക്കുകൾ എപ്പോഴാണ് നമ്മൾ ചെയ്തു തീർക്കുക, എന്താണ് നിൻ്റെ പ്ലാൻ എന്നൊന്ന് ചോദിക്കുമ്പോൾ പ്ലാൻ ആലോചിക്കാതിരിക്കാൻ കുട്ടിക്ക് സാധിക്കുകയില്ല. പ്ലാൻ ഇതോടുകൂടി അത് പ്രായോഗികമായ ഒരവസ്ഥയിലേക്ക് മാറും. എന്തുകൊണ്ട് ബാല്യത്തിൽ ഇത് വേഗം ഫലിക്കുന്നു എന്ന ഒരു സൈക്കോളജി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ശ്രദ്ധയും പ്രശംസയും അവർക്ക് സന്തോഷവും അഭിമാനവും വളർത്തുകയും അതവർ പ്രവർത്തനത്തിൽ ആവർത്തിക്കുകയും ചെയ്യും. ഒരു പോസിറ്റീവ് ലൂപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ സ്പോഞ്ച് സിദ്ധാന്തം. ബാല്യത്തിൽ കുട്ടികളുടെ മനസ്സ് ഒരു ഈറൻ മണ്ണ് പോലെയാണ്. ഈ സമയത്ത് നൽകുന്ന സ്നേഹവും അംഗീകാരവും അവരുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. പ്രശംസിക്കപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ ഈ ഹോർമോൺ നിരന്തരം വരികയും അതങ്ങനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇനിയോ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? 1. ചെയ്യാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത്. ഇതിൻ്റെ കാരണം വ്യക്തമാക്കി കൊടുക്കണം. എന്തുകൊണ്ട് ഇന്നത് ചെയ്യണം, എന്തുകൊണ്ട് ഇന്നത് ഒഴിവാക്കണം. വൈ എന്ന ചോദ്യത്തിന് കുട്ടിക്ക് ഉത്തരം ലഭിക്കണം. പഠിച്ചാൽ മിടുക്കരാകും. ഇത് വായിച്ചാൽ നല്ല രസമുള്ള കഥയും അതിലെ പാഠങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും.
മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അയൽപ്പക്കത്തെ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ, അവൻ എന്തുകൊണ്ടാണ് പാട്ടുപാടി സമ്മാനം വാങ്ങുന്നത്, നീ എന്തുകൊണ്ടാണ് പാട്ടുപാടാത്തത്? അത് ഇവൻ്റെ പ്രകൃതിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി തൻ്റെ ഇടം മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. മാർക്കിനെയോ ഫലത്തെയോ അല്ല, കുട്ടിയെടുത്ത പരിശ്രമത്തെയാണ് അഭിനന്ദിക്കേണ്ടത്. നീ ഇന്ന് നന്നായി പരിശ്രമിച്ചു, നിനക്ക് മുഴുവൻ മാർക്ക് കിട്ടിയില്ല, 10ൽ 8 മാർക്കേ കിട്ടിയുള്ളൂ, 2 മാർക്ക് പോയി, സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നമുക്കത് പിടിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇത് ചെയ്താലേ നിന്നെ എനിക്കിഷ്ടമാകൂ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ, നമ്മൾക്ക് ആ കാര്യം ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കൊരു ഇഷ്ടക്കേട് വരുമോ എന്നുള്ളൊരു ഭയം വന്നു കഴിഞ്ഞാൽ, ആ ഭയം ആ കുട്ടിയെ ബാധിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വേറെയാണ്. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനിയോ, നമ്മൾ തീർത്തും സത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ നൽകുന്ന നല്ല വാക്കും പുഞ്ചിരിയും കുട്ടിയുടെ മനസ്സിൽ മാത്രമല്ല, രക്ഷിതാവിൻ്റെ സ്വന്തം ശരീരത്തിനും മനസ്സിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് അവർക്ക് നൽകുന്ന പോസിറ്റീവ് ഊർജവും ശാന്തതയും അഭിമാനവും ആ വാക്കുകളുടെ ഊർജത്തെ വർദ്ധിപ്പിച്ച് ശരീരത്തിലേക്ക് വലിയൊരു പോസിറ്റീവ് എനർജി കടന്നു വരുന്ന രൂപം നമുക്ക് കാണാൻ സാധിക്കും. നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ തളർത്തുകയും മനസ്സിനെ തളർത്തുകയും നമ്മുടെ രോഗത്തെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ ഊർജമാണ് കൈവരിക്കാനുള്ളത്. ആ ഊർജത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹു നല്ലതേ വരുത്തൂ എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും ചരിത്രത്തിൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്കെടുത്ത് എറിയപ്പെടുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹു മതി, ഫലമേൽപ്പിക്കാൻ അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി എന്നുള്ള ഒരു ഊർജ സ്രോതസ് അവിടെ പുറത്തേക്ക് വരികയും അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം ലഭിക്കുകയും തീയെ തണുപ്പാവുകയും കരിയാതെ തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂസാ അലൈഹിസ്സലാം, അദ്ദേഹം പിടിക്കപ്പെടുന്നു നമ്മൾ എന്ന് പറയുമ്പോൾ, ഇല്ല, എൻ്റെ റബ്ബുണ്ട് എനിക്ക് മാർഗം കാണിച്ചു തരാൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചിന്ത, അത് കടല് പിളർത്താൻ മാത്രം ശക്തമായ ഒരു ചിന്തയായിട്ട് മാറുകയാണ്. യൂനുസ് അലൈഹിസ്സലാം, ഞാൻ അക്രമിയായിരിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ ഇരുന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആ പ്രവാചകന് എത്ര വലിയ പോസിറ്റീവ് തിങ്കിങ് ആണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. സൗർ ഗുഹയിൽ ശത്രുക്കൾ വന്ന് വാൾത്തലപ്പും കാലും കാണുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന മറുപടി, 2 പേർ അവിടെ കൂടെ അള്ളാഹു ഉണ്ട് മൂന്നാമനായി, അവർക്ക് ഭയപ്പെടേണ്ടതുണ്ടോ ദുഃഖിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യം വരുത്തുന്ന ഹിജ്റയുടെ സൗകര്യത്തിൻ്റെ മാറ്റങ്ങൾ എത്രയാണ്. ഇങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഭാവിയിലുണ്ടാകാൻ പോസിറ്റീവായി ചിന്തിക്കുകയും ഗുണാത്മകമായി പ്രതികരിക്കുകയും പോസിറ്റീവായി നിലകൊള്ളുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും ചുറ്റുപാടിനും നമ്മുടെ മക്കൾ നന്നാകുന്നതിനും വലിയ ഉപകാരമായി മാറും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോസിറ്റീവായി ചിന്തിക്കാനുള്ളൊരു മാനസിക വിശാലത അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ ഒരു ഗുണാത്മക പ്രതികരണം നടത്തി എല്ലാവരിലും സൽസ്വഭാവത്തിൻ്റെ വിത്തുപാകാനും സ്വയം സൽസ്വഭാവിയായി മാറാനുമുള്ള ഒരു ത്രാണി ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ്റെ ഉദ്ദേശം കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന